ഈ വർക്കിച്ചിനെത് എവിടെ പോയി? ഇവിടെയും കാണുന്നില്ലല്ലോ. എടാ അവൻ ഇവിടെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, വല്ല ബാറിലും പോയി നോക്കാം. ഓ പിന്നെ ഇനിയിപ്പോ ഈ സമയത്ത് ഏതാ ബാറ്? സാധനം വേണ്ടവർക്ക് എപ്പോ വേണേലും കിട്ടും. തനിക്ക് വേണോ? എന്തായാലും നമുക്ക് വർക്കിച്ചിനെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഹലോ, ആ അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. വർക്കിയുടെ ഭാര്യ പ്രസവിച്ചു. പെൺകുഞ്ഞാണച്ചോ. അത് പ്രസവത്തോടുകൂടി വർക്കിയുടെ ഭാര്യ മരിച്ചു അച്ചോ. വർക്കിയെ കാണുന്നില്ല അച്ചോ. ഞങ്ങൾ തപ്പി ഇറങ്ങിയതാ. ശരി ശരി, ഓക്കെ ഓക്കെ. ആ നീ എന്താ വർക്കിച്ച ഇവിടെ? എടാ വർക്കി, നിന്നെ നോക്കി എല്ലാരും അവിടെ നിൽക്കും ആശുപത്രിയിൽ. അല്ല, ഇവനെന്താ ഈ സമയത്ത് ഇവിടെ നിന്ന് വെടിയുരി എത്തിക്കുന്നത്? എടാ വർക്കി, എന്താടാ ഇത്? ഇത് എഴുന്നേറ്റ്, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? വർക്കിച്ചനാ വാ, ഈ കൊച്ചുകുളുപ്പങ്കാലത്താണോ മെഴുകുതിരി എത്തിക്കുന്നത്? ഒരു നേർച്ചയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കുട്ടികളുണ്ടായാൽ ഈ കുരിശടിയിൽ ഒരു കവർ മെഴുകുതിരി കത്തിക്കാമെന്ന്. 15 വർഷം കുട്ടികളുണ്ടാകാതിരുന്ന ഞങ്ങൾക്ക് ഇന്നൊരു പെൺകുട്ടി ഉണ്ടായി. ഞങ്ങളൊക്കെ ഇല്ലടാ കൂടെ. വർക്കിച്ച, നീ പോയി ആ പൊന്നോവനെ ഒന്ന് കാണടാ. ക്ലീറ്റസേ, പെൺകുട്ടി ആയതുകൊണ്ടും അവൾക്ക് അമ്മയില്ലാത്തത് കൊണ്ടും അവളെ ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയാക്കാൻ, കന്യാസ്ത്രീയാക്കാൻ നേരാൻ കൂടിയാണ് വന്നത്. പ്രപഞ്ചനാഥ സർവശക്താ, ഞാനാശ്രയിക്കും തണലാണങ്ങ്. പ്രപഞ്ചനാഥ സർവശക്താ, ഞാനാശ്രയിക്കും തണലാണങ്ങ്. സർവശക്തന്റെ തണലിലായാൽ രാവിന്റെ ഭീതിയും പകലിന്റെ അസ്ത്രവും ഭയപ്പെടേണ്ടായി തണലിൻ കീഴിൽ. അടുക്കളയിൽ വീട്ടമ്മ പാമ്പിനെ കണ്ടു. അങ്കമാലി. അടുക്കളയിൽ പുലർച്ചെ 4 മണിക്ക് കണ്ട പാമ്പിനെ ഭർത്താവ് വിട്ടതാണെന്ന സംശയത്തിൽ ഭാര്യയും ഭർത്താവും ഏറ്റുമുട്ടി. അവസാനം ജീവരക്ഷയ്ക്കായി ഭർത്താവ് വേലക്കാരിയുമായി ബാംഗ്ലൂരിലേക്ക് കടന്നതായി സംശയം. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതൊന്നും ഫേസ്ബുക്കിൽ വന്നില്ലേ? സാധാരണ ഇതൊക്കെ ആദ്യം ഫേസ്ബുക്കിൽ വരുന്നതാണല്ലോ. അവരെ തിരക്കി പോലീസ് ബാംഗ്ലൂരിലേക്ക് പോയി അന്വേഷണം ആരംഭിച്ചു. ഭാര്യയും ഭർത്താവും പരസ്പരം സംശയത്തിന്റെ പേരിൽ കലഹിച്ചിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. പാവം പോലീസ്
അവർക്ക് ആ വേലക്കാരി ആർക്ക് ബാധകളായാലും കോഴിയുടെ തല പോകും. അതുപോലെ പോലീസിന്റെ കാര്യവും. അല്ല, ഒരു ഭാഗത്ത് ഭാര്യയുടെയും കുട്ടികളുടെയും സുഖത്തിനും സന്തോഷത്തിനുമായി വീട് വിട്ട് കഷ്ടപ്പെടുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. പ്രവാസികളടക്കം. ഭാര്യയ്ക്കൊരു വയ്യാഴിക വന്നാൽ വിഷമിക്കുന്ന എത്രയോ പേരുണ്ട്. അതൊക്കെ പണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഭാര്യമാർ വീട് വിട്ടു പോയാൽ അപ്പൊ തന്നെ കാമുകിയെ വിളിച്ച് വാട്സപ്പിൽ സംസാരിക്കുന്നവരാണ് പലരും. ഈ മൊബിലിറ്റി പദ്ധതിയുടെ കൺസൾട്ടൻസി ചുമതലയിൽ നിന്ന് പ്രൈസ് വാട്ടർഹൗസ് കൂപ്പേഴ്സ് കമ്പനിയെ ഒഴിവാക്കാൻ സർക്കാർ നീക്കം. ആ ദേ ബ്രോക്കർ മർക്കൂസ് വീണ്ടും വന്നു. നമ്മുടെ വർക്കിയെ പെണ്ണ് കെട്ടിക്കാനുള്ള പരിപാടിയാ. ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇയാൾ കാരണം നമുക്കും പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇയാളുടെ കല്യാണാലോചന കാരണം വർക്കിച്ച പണിക്ക് പോലും വരുന്നില്ല. നമ്മുടെ വർക്കിച്ചൻ വന്നില്ലയോ? അതെ, വർക്കിച്ച പെണ്ണ് കിട്ടുന്നില്ല. എന്റെ ക്ലീറ്റസ് രണ്ടാം കേട്ടല്ലേ, ആദ്യം ആരും സമ്മതിക്കൂല. ഓ, നിർബന്ധിച്ച ഇതൊക്കെ അങ്ങ് നടക്കും. നിർബന്ധിക്കണം. ക്ലീറ്റസ് അച്ചായൻ വിചാരിച്ചാ നടക്കും. ക്ലീറ്റസ് അച്ചായം വിചാരിക്കുന്നില്ല. എന്താ ക്ലീറ്റസേ, പകല് മുഴുവൻ ഈ മില്ലി കിടന്ന് പണിയെടുത്തിട്ട് അങ്ങേര് വീട്ടിൽ ചെല്ലുമ്പോ ഇത്തിരി ചൂടുവെള്ളം കൊടുക്കാൻ ഒരു പെണ്ണ് വേണ്ടേ? കമ്മീഷൻ മോഹിച്ചൊന്നും അല്ല കേട്ടാ. അത് നടക്കില്ല മർക്കോസേ. പിന്നെ ഒരാളുടെ തീരുമാനം എപ്പോ വേണേലും മാറാം. അതെ, വർക്കിച്ച മോളെ മടുത്തു ചേർക്കുന്ന ആവശ്യത്തിന് വേണ്ടി പോയേക്കാം. അതാ താമസിക്കുന്നത്. ഇരിക്കെ, നമുക്ക് സംസാരിക്കാം. അതായിരിക്കും നല്ലത്. കൈ ഫോൺ നമ്പറിൽ എടുത്ത് വിളിക്കുന്നേ. എന്റെ ഫോൺ നമ്പർ എന്റെ അയാൾ എടുക്കൂലെന്നേ. എടാ നമുക്ക് പണിയാം. കറണ്ട് ഇല്ലാതെ എന്നാ ചെയ്യാനാ? കയ്യും കാലും ഇല്ല, വെച്ച് പണിയാം. വാ, എന്നാ വാ, വിളി. എടാ കോന്നി കൂപ്പില് പുലി ഇറങ്ങി വരാൻ ശരിയാണ്. എടാ ഇന്നെ വാളം പിടിച്ച് കിട്ടൂ. ചോര നീരാക്കുന്ന പണിയൊക്കെ നല്ലതാ. നമ്മുടെ ഈ ബ്രോക്കർ പണിയും പശു വളർത്തും. ശരി, ചൂടാ പണിയുന്നത് കേട്ടോ. ആ ദേ വർക്കിച്ച വന്നല്ലോ. എടോ, തന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെ പെണ്ണ് കെട്ടിക്ക് എനിക്കിട്ട് വരില്ലെന്ന്? ഇയാളൊരു ശല്യമായിരുന്നു. എടാ പോടും, പെണ്ണ് കെട്ടിക്കാൻ നടക്കുന്നു. അതെ, ഈ ആരോഗ്യമുള്ളപ്പോൾ എല്ലാവരും കാണും. അത് കഴിയുമ്പോൾ ഭാര്യ തരുന്ന ഒരു കരുതൽ മാത്രമേ കാണുള്ളൂ. അതാ ഞാനീ നിർബന്ധിക്കുന്ന. കമ്മീഷന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. വർക്കിച്ച മോളെ കന്യാമഠത്തിൽ ചേർന്ന് കേട്ടു. എടോ, അങ്ങനെ ചെന്നാലുടൻ ചേർക്കാൻ പറ്റുന്നൊരിടമല്ലത്. അതിന് ചില ചിട്ടവട്ടങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. ക്ലീറ്റസേ, വാളൊട്ടിച്ചില്ലേ? 4 മണിയാകുമ്പോ കിട്ടും. ആ പിന്നെ കരണ്ടും ഇല്ലല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞേ? മോളെ കന്യാമഠത്തിൽ ചേർത്തോന്ന്. വർക്കിച്ച, ഇവരൊക്കെ കന്യാസ്ത്രീകളെ കണ്ടിട്ടുള്ളൂ. 3 വർഷം പഠിച്ച് അതിനുശേഷമാണ് വസ്ത്രം എടുക്കുന്നത്. ഇവർക്ക് പലർക്കും അറിയില്ല. അതെ അതെ, അച്ഛനെ കാണാൻ പോയിട്ട് എന്തായി? അച്ഛനെ ഇന്നലെ കാണാൻ പറ്റിയില്ല, ഇന്ന് കത്ത് കിട്ടി. ഓഹോ, ക്ലീറ്റസ് അച്ചായ, കന്യാസ്ത്രീ അവൻ അച്ഛന്റെ കത്തൊക്കെ വേണോ? വേണം. കത്ത് വേണം. കത്തുമായി എവിടെ ചെല്ലുമ്പോൾ കുട്ടിയുടെ അമ്മയുണ്ടാവണം കൂടെ. അതെന്താ വർക്കിച്ച, അച്ഛൻ ചെന്നാ പറ്റില്ലേ? മഠത്തിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ചെന്നാ പുറത്ത് ബെഞ്ചിലിരിക്കണം. അപ്പൊ അമ്മയില്ലാത്ത സ്ഥിതിക്ക് കുമ്പനാട്ടൊന്ന് പെങ്ങള് വരാമെന്ന് പറഞ്ഞു. അല്ല, നിത്യയുടെ ഇന്റർവ്യൂ എന്നാ? അപ്പൊ ഇതിനൊക്കെ ഇന്റർവ്യൂ ഉണ്ടോ? പിന്നെ ഇന്റർവ്യൂവിന് ജനറൽ നോളജാണ് ചോദിക്കുന്നത്? അല്ല, ആദ്യം സ്വന്തം ഇഷ്ടപ്രകാരമാണോ തിരുവസ്ത്രമണിയെന്ന് ചോദിക്കും. പിന്നെ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ സുപ്പീരിയർക്ക് സത്യവാങ് എഴുതി കൊടുക്കണം. അവരത് സഭാ ആസ്ഥാനത്തേക്ക് അയക്കും. അവിടെ 3 വർഷം ഗ്രാജുവേറ്റ്, 2 വർഷം പോസ്റ്റൽ ഗ്രാജുവേറ്റ്, പിന്നെ പരിശീലനാക്രമങ്ങൾ, കുർബാനാക്രമങ്ങൾ, അങ്ങനെ പലതും. അപ്പൊ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരാൻ പറ്റില്ലേ? പിന്നെന്താ, പക്ഷെ അതിന് വ്യക്തമായ കാരണം വേണം. അതിന് ലീവുമുണ്ട്. എന്റെ പൊന്നു വർക്കിച്ചന്റെ മോളെ വല്ല നേഴ്സിംഗും പഠിപ്പിച്ച് വിദേശത്തോട്ട് വിട്. ഇഷ്ടം പോലെ പൈസ സമ്പാദിക്കാം.
അങ്ങനെ പഠിച്ചിട്ട് വരുന്ന പെമ്പിള്ളേർക്ക് 5 പൈസ മുടക്കാതെ നല്ല മണി പോലുള്ള ആമ്പിള്ളേരെ ഞാൻ കൊണ്ടുതരും. നോക്കൊന്നും വേണ്ട. കന്യകാത്വത്തത്ത പഠിത്തം എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. താനത് എന്തറിഞ്ഞിട്ടാ വായിട്ടലക്കുന്നത്? ഒരു സഭയ്ക്ക് കന്യാസ്ത്രീയുടെ അടുപ്പം തോന്നിയാൽ ഫ്രാൻസിലോ ഇറ്റലിയിലോ വിടും. സഭയുടെ ഇൻചാർജ് ആയാലേ ആ കുടുംബം രക്ഷപ്പെടും. കൂടാതെ പാർട്ട് ടൈമായി ജോലി ചെയ്യാനുള്ള അവസരവും, അതിന് ശമ്പളം വേറെയും. മാത്രമല്ല കുടുംബത്തിലെ ആളുകൾ കൊണ്ടുപോകാനുള്ള അവസരമുണ്ട്. വർക്കിയുടെ മോൾ ആരെ കൊണ്ടുപോകാനാ? ആകെ ഉള്ളതാ വർക്കിയ. അയാൾക്കാണെ ആകെ അറിയാവുന്ന പണി തടിപ്പണിയാ. അല്ല വർക്കിച്ച, ഈ സ്വത്തും സമ്പത്തും ഉള്ള കുടുംബത്തിലെ പെണ്ണുങ്ങൾ ആരെങ്കിലും കന്യാസ്ത്രീയാകാൻ പോകും? ഞാൻ കേട്ടിട്ടില്ല. ഡോ, തമ്പുരാൻ മരപ്പണിക്കാരനായിരുന്നു, അപ്പസ്തോലന്മാർ മീൻപിടുത്തക്കാരും. മേലില് വർക്കിച്ചിന് കല്യാണാലോചനമായി ഈ വഴി എങ്ങാനും വന്നാ. അല്ല, ഞാൻ പറഞ്ഞത് താൻ പോടോ മർക്കോസേ. ദൈവത്തെ വിളിക്കുന്നതും ദൈവത്തോട് അടുക്കുന്നതും തനിക്ക് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. താൻ പോയേ. എന്താ അയാളതൊക്കെ പറയും. വർക്കിച്ച, താനിങ് വാ വാ. ക്ലീറ്റസ് ചായ, നമ്മുടെ കോൺവെന്റിലെ കിണറ്റിൽ ഒരു കന്യാസ്ത്രീ മരിച്ചു കിടക്കുന്നു. വർക്കിച്ച, വാ പോയി നോക്കിയിട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി നോക്കാം. ഇതെങ്ങോട്ടാ ക്ലീറ്റസ് ഓടിപ്പുറത്ത്? മഠത്തിലെ കിട്ടിൽ ഒരു കന്യാസ്ത്രീ മരിച്ചു കിടക്കണം. ഈ സിസ്റ്റർ നേരത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മളിതിങ്ങനെ ചുമ്മാ വേണ്ടാതെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ സംഭവിച്ചെന്ന് നമുക്ക് അറിയത്തില്ല. എന്തൊരു കഷ്ടം. വല്ലാത്തൊരു സംഭവമായി പോയല്ലേ. അതെ അതെ അതെ, എന്നാണെന്ന് അറിയത്തില്ല. ആരും കിടന്നെ അങ്ങോട്ട് പോലെ പോലീസിനുള്ളതിൽ നമ്മളായിട്ട് നശിപ്പിക്കരുത്. എടി, നമ്മളൊക്കെ കിടന്നെടുത്തോട്ട് പോട്ടാന്നോ സമാനമായ 15ഓളം കേസുകൾ തെളിയിക്കാതെ കിടക്കുന്നത്? താനെന്ന് പോടൂ. താജും അവരോ വർത്താനം പറഞ്ഞിട്ട് പോലീസുകാർ വരുമ്പോഴേ നമുക്ക് അതിന്റെ ബാക്കി കാര്യം അറിയാൻ പറ്റത്തില്ല. ആ പിന്നെ പോലീസ് ഇതിൽ വന്നില്ലേ? ഇല്ല, ഞങ്ങളല്ലേ ആദ്യം കണ്ടത്. എടാ പാപ്പച്ച, ഈ കടം തന്നിട്ട് നീ എവിടെ പോയതാ? കച്ചവടം ഉള്ളതല്ലേ. സമൂഹത്തിൽ ചില പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഇടപെടണ്ടേ അമ്മേ? ഓ, ഈ അമ്മ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ? ഇന്ന് വണ്ടിക്കാർ വന്നില്ലേ അമ്മേ? സാധനങ്ങളെല്ലാം തീർന്നല്ലോ. പാപ്പച്ച, അതേ എന്റെ വാ ചൊറിഞ്ഞു വരുന്നുണ്ട്. രാവിലെ ഇറങ്ങി പോയിട്ട് സന്ധ്യ ആയപ്പോ കയറി വന്നേക്കുന്നു. എന്നിട്ട് ഓരോന്നൊക്കെ ചോദിക്കുക. വന്നോ, വണ്ടിക്കാര് വന്നോ, തേങ്ങാക്കൊല വന്നോ? വലിയ പൊതുപ്രവർത്തകൻ വന്നിരിക്കുന്നു. എന്റെ വാ ചൊറിഞ്ഞു വരുന്ന ഞാൻ വല്ലതൊക്കെ പറയുന്നു. പത്രം വായിക്കാത്ത അമ്മയ്ക്ക് എന്തറിയാം പൊതുസമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ കുറിച്ച്? പാപ്പച്ചാൻ ഇത് എന്നാ പോക്കാ പോന്നെ? ഞങ്ങൾ എവിടെയൊക്കെ നോക്കിന്നറിയോ?
കുറച്ചു നേരം നിൽക്കായിരുന്നു. പാപ്പൻ ചേട്ടാ, ഇപ്പൊ അവിടെ ഒരുപാട് ആള് കൂടി. ഇനി അവിടെ നിൽക്കണ്ടേ. ഞാൻ പറഞ്ഞല്ലേ അവിടെ നിന്നാ മതി. ഞാൻ അവിടെയൊക്കെ നോക്കിയെന്ന് പാപ്പൻ ചേട്ടനെ. ഇനി അവിടെ നിൽക്കാൻ പാടില്ല. എന്തോ ഇനിയിപ്പോ ആള് കൂടും, പോലീസ് വരും, ആകെ പ്രശ്നമാകും. തന്നെ അല്ലേ തള്ള ഇവിടെ കിടന്ന് ജാകാൻ തുടങ്ങുവാണ്. ആ പാപ്പൻ ചേട്ടൻ സിഗരറ്റിങ് എടുത്തേ. പാപ്പൻ ചേട്ടോ, പാപ്പൻ ചേട്ടൻ ആദ്യം കണ്ടെന്നൊക്കെ പറയുന്നല്ലോ. എന്റെ പൊന്നടാ, നീ ഒന്നും മിണ്ടായി, എന്നിട്ട് വേണം പോലീസ് ഇങ്ങോട്ട് വരാൻ. ഇന്നാ നീ വലിച്ചാക്. അല്ലടാ, പൊതുവെയുള്ള വർത്താനമൊക്കെ അങ്ങനെയാ. ഇനി അങ്ങനെ പലതും പറയും. കാരണം ഇത്തരം കേസുകൾ തെളിയാൻ പാടില്ലെന്നൊരു അലിഖിത നിയമം ഇവിടെ നാട്ടിലുണ്ടല്ലോ. സാധാരണഗതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കേണ്ടതാ. പക്ഷെ ഇതുപോലുള്ള കേസുകളിൽ മനുഷ്യാവകാശ കമ്മീഷൻ പോലും കമ്മീഷൻ അടിച്ച് അവരവിടെ വഴി നോക്കുന്ന കാഴ്ചയാണ് ഇവിടെ. ഞങ്ങൾ ഓരോ പൊതുപ്രവർത്തകരുണ്ടേ. ആ വർക്കിച്ചാൻ വരുന്നു. ആകെ ഒറ്റ മോളയുള്ളൂ. അവളെ കന്യാസ്ത്രീയാക്കാൻ പോവുക. പണ്ടേ ഇവന്റെ പെണ്ണുമ്പോൾ ആശുപത്രി പ്രസവത്തോടു കൂടി മരിച്ചു കിടക്കുമ്പോ ഇവൻ ഒരു പോക്ക് പോയി. എന്റെ പൊന്നെ, ഞങ്ങൾ തെരഞ്ഞു പോയൊരു പോക്ക്. പിന്നെ ഞാനൊരു പൊതുപ്രവർത്തനായ പിന്നെ ഇവനുമായിട്ടൊന്നും അങ്ങനെ സഹകരിക്കാറില്ല. മോളെ കന്യാസ്ത്രീയൊക്കെ പോണെന്ന് കേട്ടു. നേരാണോ? നിങ്ങൾ നാരങ്ങളും എടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ആ ഉപ്പാന്നോ മധുരമാണോ? അവിടെ രണ്ടും പോവും. പുള്ളിയും ആ പ്രാണം തല്ലി നടക്കുമല്ലേ. പിള്ളേരെ ചെറുപ്പത്തിൽ ഓരോ നേർച്ചകളൊക്കെ നേരും. എന്നിട്ട് പ്രായമായി കഴിയുമ്പോൾ തന്തയും തള്ളേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. നിങ്ങൾ നാരങ്ങളും എടുക്കുക. അവിടെ വീണ് മരിച്ച്, ഇവിടെ വീണ് മരിച്ച്, കിണറ്റി വീണ് മരിച്ച്. വർക്കിച്ചന്റെ മോളെ എന്നാ കന്യാസ്ത്രീ മഠത്തിലേക്ക് വിടുന്നത്? വർക്ക് ബുദ്ധിയുള്ളവനാ. അവൻ ഇനിയും തീരുമാനം മാറ്റും. ഇത് ബുദ്ധി കൂടിപ്പോയതിന്റെ കുഴപ്പാ. അതെ അതെ, അതിബുദ്ധി. ഇനിയെങ്കിലും ആ കൊച്ചിനെ പഠിപ്പിക്കുകയോ വലതും കെട്ടിച്ചു വിടുകയൊക്കെ ചെയ്യും. ഇനി സമയമുണ്ട്. ബോഡിയൊക്കെ ചീഞ്ഞളിഞ്ഞ് കാണുമായിരിക്കും അല്ലേ? ഞാൻ നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് പറയുക. എവിടെ എന്തൊരു പോക്കാ പോയത്? അയാള് കോട്ടുന്നു. എല്ലാരും ഇറങ്ങി പോകിനടാ. നാട് മുഴുവൻ തെണ്ട് നടന്നേച്ച് വന്നിരിക്കുന്നു. പൊതുപ്രവർത്തകനാണെന്നും പറഞ്ഞ് എല്ലാവരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇറങ്ങി പോകിനടാ. നിങ്ങൾ പറഞ്ഞ ശരിയാ. ഈ തളക്ക് വട്ട. ഇറങ്ങ, എല്ലാരും ഇറങ്ങ. എന്റെ അമ്മ എന്റെ കൂട്ടുകാരല്ലേ? പൊതുപ്രവർത്തനായ എന്റെ കൂട്ടുകാരെയാ. അമ്മ പള്ളു പറഞ്ഞു. എന്റെ വായി ഇരിക്കുന്ന കേക്കരുത്. ഇറങ്ങടാ പുറത്ത്. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഒരാഴ്ച മുമ്പ് നടന്ന കന്യാസ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങുമെത്താതെ നിൽക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ നാം രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ ശക്തമായ സമരമുറകളുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും വരെ നാം സന്ധിയില്ലാ സമരം നടത്തുമെന്ന കാര്യം എല്ലാ നാട്ടുകാരെയും അറിയിക്കുകയാണ്. ദുഷിക്കയില്ല നിന്റെ നാമം, ദുഷ്ടതയ്ക്കു നിന്റെ ശിക്ഷയായി ഇറങ്ങിടേണം. ദുഷിക്കയില്ല നിന്റെ നാമം, ദുഷ്ടതയ്ക്കു നിന്റെ ശിക്ഷയായി ഇറങ്ങിടേണം. പാപമാണ് ചെയ്തതെങ്കിൽ പാപിയായി തീർന്നിടും. ഏകനായി പാരിൽ മർത്യൻ ജീവിതം കഴിച്ചിടും. നിന്റെ വീട് നീ പണിതു കേറിടാതലഞ്ഞിടും. മുന്തിരി ഫലം കഴിച്ചിടാതെ പോയിടും. നിന്റെ മക്കൾ വിറ്റിടും, നിന്റെ കണ്ണൽ കണ്ടിടും. ശക്തനായ ദൈവമേ, ഈ ലോകം നിന്നെ വാഴ്ത്തിടും. ഭൂമിയിലെ സർവ്വസുഖ സൗകര്യങ്ങളും ത്യജിച്ച് ദൈവത്തിൻ്റെ മണവാട്ടിയാവാൻ കാത്തിരിക്കുന്ന എൻ്റെ മകളെ ഓർത്ത് എനിക്കിന്ന് ഭയമായി തുടങ്ങിയിരിക്കുന്നു. നീ എന്ത് വർക്ക് ചെയ്യും മഴയത്തിരിക്കണേ? ഞാൻ എവിടെയൊക്കെ തപ്പിയെന്നറിയോ? വർക്കി, ആ കന്യാസ്ത്രീയുടെ മരണം എന്നെ വേട്ടയാടുന്നു.
കേട്ടാ തോന്നും നീ അവരെ അഭയപ്പെടുത്തുന്നു. പുറത്തുള്ള കണ്ണുകൾ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും ക്ലീറ്റസ്, ചെയ്തു പോകും. ഇവനിവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോയാൽ ശരിയാവില്ല. ഇവന്റെ നിയന്ത്രണം വിട്ടു തുടങ്ങി. എന്തെങ്കിലും ചെയ്തേ പറ്റും. നീ ഭ്രാന്ത് പറയാതെ എഴുന്നേക്ക്, വാ. അവർക്ക് വീട്ടിൽ പോ. എന്നെ ഇവിടെ തനിച്ചു വിടില്ലേ? വാ. ഞാൻ എൻ്റെ നിത്യ കന്യാസ്ത്രീ ആക്കില്ല. എൻ്റെ നിത്യ കന്യാസ്ത്രീ ആക്കില്ല. സംശയം നിന്റെ ഉള്ളിൽ പ്രവർത്തിപ്പിച്ചത് സാത്താനാണ്. എന്നിൽ സാത്താനാണെന്ന് നിനക്ക് കണ്ടെത്താൻ പറ്റും. ആ കിണറിന്റെ ആഴങ്ങളിലേക്ക് വീണത് നിന്റെ ആരുമല്ല, നിന്നെ പോലും ഞാൻ ഭയക്കുന്നു. ആ ഭയത്തെ നിനക്ക് സാത്താനെന്ന് വിളിക്കും. വർക്കിച്ച വാ, പറയട്ടെ. നീ എന്തിനുള്ള പുറപ്പാടാ വർക്കിച്ച? നമ്മുടെ ക്രിസ്തു യേശുവിന്റെ വചനങ്ങളോടും ദൈവഭക്തിയോടും നമ്മൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? ജ്ഞാനത്തോടൊപ്പം വളർത്തുന്ന അഹങ്കാരം, ദുർവാസനയ്ക്ക് പിന്നാലെ ഓടുന്നവന്റെ കാൽപ്പാടുകൾ നീ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്നു. സത്യത്തിന്റെ ഭാഗത്തെന്ന് ഞാനുണ്ടാകും. ആറി നിൽക്ക. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും. അവന് നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ആ ക്ലീറ്റസ് അങ്കിളോ, എന്തേ നേരത്തെ? മോളെ അപ്പം വന്നില്ലേ? വന്നില്ല, അപ്പം പള്ളി വരെ പോയതാ. സാധാരണ ഇങ്ങനെ വൈകുന്നതല്ല. അപ്പൊ മോള് വിളിച്ചു നോക്കിയില്ലേ? അച്ഛനെ കണ്ടിട്ടേ വരുള്ളൂന്നാ പറഞ്ഞേ. അയ്യോ, അങ്കിൾ ഇവിടെ നിൽക്കാതെ അകത്തേക്ക് കയറിയിരിക്കേ. ഓ ശരി മോളെ. വാ അങ്കിളെ. മോളെ, വർക്കിച്ചിന് ഇച്ചിരി വിഷമിച്ച എങ്ങോട്ട് വന്നേ. ഞങ്ങള് തമ്മില് ചില്ലറ തർക്കങ്ങളുണ്ടായി. അതുകൊണ്ടൊന്ന് കാണാന്നോർത്ത് വന്നതാ. എന്താ അങ്കിളെ പ്രശ്നം? നിത്യയെ കന്യാസ്ത്രീ മഠത്തിലേക്ക് വിടുന്നില്ലെന്നാണ് വർക്കിച്ചിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇവിടെ വന്നിട്ട് ഒത്തിരി എന്നോട് സംസാരിച്ചു. എന്നിട്ടാ പള്ളിയിൽ അച്ഛനെ കാണാൻ പോയത്. എന്റെ റോൾ മോഡൽ അൽഫോൺസാമ്മയാ. എന്റെ ഈ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. മോളെ പോലെ തന്നെ ചെറുപ്പത്തിൽ അമ്മ മരിച്ചൊരു സ്ത്രീയായിരുന്നു വിശുദ്ധ അൽഫോൻസാമയും. ജനിച്ച് 27 നാൾ അമ്മ മരിച്ചപ്പോൾ ദൈവത്തെ പഴിച്ചില്ല. കഠിനമായ രോഗങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷം വിശുദ്ധയായി തീർന്ന അൽഫോൻസാമ്മ മോൾക്ക് നല്ല റോൾ മോഡലാണ്. നെല്ലിന്റെ ഉമിത്തിയിൽ ബോധപൂർവം വീണ അന്നക്കുട്ടി, ചെമ്പകശ്ശേരി രാജാവിന്റെ സഭയിലെ വൈദ്യനായിരുന്ന പിതാവിന്റെ മകൾ, ആർപ്പൂക്കരയുടെ മണ്ണിൽ പിറന്ന അന്നക്കുട്ടി, കേരളത്തിലെ ക്രൈസ്തവർ നെഞ്ചോട് ചേർത്ത വിശുദ്ധ അൽഫോൻസാമ്മ. അതെനിക്കറിയാം അങ്കിളെ, ഇത് ഞാൻ വായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. ദേ അപ്പം വന്നല്ലോ. അങ്കിളെ, ഞാൻ ചായ എടുക്കാം. വർക്കിച്ച, നീ എവിടെ പോയതായിരുന്നു? നീ ആ പാറപ്പുറത്തുനിന്ന് ഓടി എങ്ങോട്ട് പോയി? ആ മഴ മുഴുവൻ നീ നനഞ്ഞു അല്ലേ? വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഇരിക്കപ്പുറതിയില്ലായിരുന്നു. ഇവിടെ ഒരു പെൺകുട്ടി തനിച്ചുണ്ടായിരുന്നു, നിനക്ക് ഓർമ്മയില്ലേ? വർക്കിച്ച, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നാട്ടുകാരും വീട്ടുകാരും പലതും പറയും. ദൈവത്തിനെല്ലാം അറിയാം. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കുമ്പോൾ ആ വീട്ടുകാരെ മുഴുവൻ കരയും. പക്ഷേ ഒരു പെൺകുട്ടിയെ മഠത്തിലേക്ക് അയക്കുമ്പോൾ അവർക്ക് സമാധാനവും സന്തോഷവുമാണ് മനസ്സിൽ. കാരണം അവരെ അയക്കുന്നത് ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ്. എടോ വർക്കിച്ച, ഒരു കന്യാസ്ത്രീ മരിച്ചു എന്നറിഞ്ഞപ്പോ തന്റെ മനസ്സൊന്ന് ഇളകിയല്ലേ? കാരണം തന്റെ മോളും കന്യാസ്ത്രീയാൻ പോകാൻ നിൽക്കുമല്ലേ? അറിയാം, ഒരച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ താനൊരു കാര്യം മനസ്സിലാക്കണം. അരുതായ്മയ്ക്കെതിരെ കണ്ണടയ്ക്കുന്ന ആളല്ല ദൈവം. ഓട്ടേടോ, നാളെ രാവിലെ പണിക്ക് വരണം. ഒരുപാട് പണി ബാക്കിയുണ്ട്.
ഒരു കൊതുക് തിരിയുള്ളൂ. ക്ലീറ്റസ് പറഞ്ഞതാ ശരി. അരുതായ്മകൾക്കെതിരെ കണ്ണടയ്ക്കുന്ന ആളല്ല ദൈവം. എൻ്റെ മകൾ കന്യാസ്ത്രീയാകാനാണ് നിയോഗമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ചെറുപ്രാണികൾക്ക് പോലും ഒന്ന് നോവിക്കാൻ കൊടുക്കാതെ നമുക്കരികിലേക്ക് അവർ വളർത്തിവിടുന്ന അവരുടെ മക്കൾ നമുക്കന്യരാവാൻ പാടില്ല. പ്രപഞ്ചനാഥ സർവശക്ത ഞാനാശ്രയിക്കും തണലാണങ്ങ്. പ്രപഞ്ചനാഥ സർവശക്ത ഞാനാശ്രയിക്കും